നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് 1. ആമുഖം 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രകാരമാണ് ഈ പ്രമാണങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. ഈ ആക്ടിന്റെ 13-ആം വകുപ്പ് പ്രകാരം ഒരു നിർദ്ദിഷ്ട വ്യക്തിക്കോ അയാളുടെ ആജ്ഞപ്രകാരമോ അല്ലെങ്കിൽ പ്രമാണത്തിന്റെ കൈവശക്കാരനോ ബേറർ പണം നൽകുക എന്ന് പറഞ്ഞ് നിർമ്മാതാവ് എഴുതി ഒപ്പിട്ട് നൽകുന്ന നിരുപാധിക പ്രമാണങ്ങളെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. പ്രധാനമായും 3 തരം പ്രമാണങ്ങളാണ് ഇതിലുൾപ്പെടുന്നത്. പ്രൊമിസറി നോട്ട്, വിനിമയ ബില്ല്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ സവിശേഷതകൾ. ഈ പ്രമാണം വ്യക്തികൾ തമ്മിൽ കൈമാറ്റം ചെയ്യാവുന്നതാണ്. പ്രതിഫലം കൊടുത്ത് ഉത്തമ വിശ്വാസത്തോടെ അവകാശിയായി തീരുന്ന ആൾക്ക് തനിക്ക് വാഗ്ദാനം ചെയ്തു തന്ന വ്യക്തിക്കുള്ള അവകാശം ലഭിക്കുന്നു. പണം കൊടുക്കാമെന്നുള്ള കരാർ ഇതിലുണ്ടായിരിക്കും. പ്രമാണത്തിന്റെ കൈവശക്കാരന് പണം വാങ്ങുന്നതിന് നിയമപരമായ അർഹതയുണ്ടായിരിക്കും. 2. പ്രൊമിസറി നോട്ട്, വാഗ്ദത്ത പ്രമാണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് (NI ആക്ട്) 4-ആം വകുപ്പ് അനുസരിച്ച് ഒരു നിർദ്ദിഷ്ട വ്യക്തിക്കോ അയാളുടെ ആജ്ഞ അനുസരണം മറ്റൊരാൾക്കോ അല്ലെങ്കിൽ പ്രമാണത്തിന്റെ കൈവശക്കാരനോ ഒരു നിശ്ചിത തുക പണമായി മാത്രം നൽകാൻ നിരുപാധികം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർമ്മാതാവ് എഴുതി ഒപ്പിട്ട് നൽകുന്ന പ്രമാണമാണിത്. കക്ഷികൾ പാർട്ടീസ്. മേക്കർ നിർമ്മാതാവ്, പ്രമാണം എഴുതി ഒപ്പിട്ട് നൽകുന്നയാൾ. ഇയാൾ പണം നൽകാൻ ബാധ്യതയുള്ള കടക്കാരനാണ് ഡെപ്റ്റർ. പേയി പണം ലഭിക്കേണ്ടയാൾ. ആർക്കാണോ പണം ലഭിക്കേണ്ടത് ആ വ്യക്തി ക്രെഡിറ്റർ. പ്രധാന സവിശേഷതകൾ. എഴുതി തയ്യാറാക്കുന്ന പ്രമാണങ്ങളായിരിക്കണം. വാക്കാലുള്ള സമ്മതം പോരാ. പണം നൽകാനുള്ള വാഗ്ദാനമുണ്ടായിരിക്കണം. വാഗ്ദാനം നിരുപാധികം അൺകണ്ടീഷണൽ ആയിരിക്കണം. തുക നിശ്ചിതമായിരിക്കണം. നിർമ്മാതാവ് ഒപ്പിട്ടിരിക്കണം. കക്ഷികൾ ആരൊക്കെയെന്ന് വ്യക്തമാക്കണം. എത്ര നാളത്തേക്കാണെന്ന വിവരം, സ്ഥലം, തീയതി എന്നിവ രേഖപ്പെടുത്തണം. 3. വിനിമയ ബില്ല്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. NI ആക്ട് 5-ആം വകുപ്പ് അനുസരിച്ച് ഒരു നിശ്ചിത വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ച് മറ്റാർക്കെങ്കിലുമോ അല്ലെങ്കിൽ പ്രമാണത്തിന്റെ കൈവശക്കാരനോ വാഹകനോ ഒരു നിശ്ചിത തുക പണമായി മാത്രം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിരുപാധികമായ ഒരു ഉത്തരവടങ്ങിയതും എഴുതി തയ്യാറാക്കിയതും എഴുതുന്ന ആളൊപ്പിട്ടതുമായ ഒരു പ്രമാണമാണ് വിനിമയ ബില്ല്. കക്ഷികൾ പാർട്ടീസ്. ഡ്രോവർ എഴുതുന്നയാൾ നിർമ്മാതാവ്. ആരാണോ ബില്ല് എഴുതുന്നത് അയാളെ ഡ്രോവർ എന്ന് പറയുന്നു. സാധാരണയായി പണം ലഭിക്കേണ്ട വ്യക്തിയാണ് ഉത്തമർണൻ, ഡ്രോവർ. ഡ്രോവി പണം നൽകേണ്ടയാൾ. ആരുടെ പേരിലാണോ ബില്ല് എഴുതുന്നത് അവരെ ഡ്രോവി എന്ന് പറയുന്നു. സാധാരണയായി പണം തരാനുള്ള വ്യക്തി അധമർണനായിരിക്കുമിത്. പായി പണം ലഭിക്കേണ്ടയാൾ. ബില്ലിൽ പറഞ്ഞിരിക്കുന്ന തുക ആർക്കാണോ ലഭിക്കേണ്ടത് അവരെ പായി എന്ന് പറയുന്നു. ഇത് ചിലപ്പോൾ ഡ്രോവർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഡ്രോവർ നിർദ്ദേശിക്കുന്ന മറ്റൊരു വ്യക്തിയാകാം. പ്രത്യേകതകൾ. എഴുതപ്പെട്ട പ്രമാണമാണ്. പണം നൽകുക എന്ന ഉത്തരവ് അടങ്ങിയിരിക്കണം. നിരുപാധികമായ ഉത്തരവായിരിക്കും. എഴുതിയ ആൾ ഡ്രോവർ ഒപ്പിട്ടിരിക്കണം. കക്ഷികളെ വ്യക്തമാക്കിയിരിക്കണം. തുക അക്കത്തിലും അക്ഷരത്തിലും എഴുതണം. ഡ്രോവർ ബില്ല് സ്വീകരിക്കുകയും അക്സെപ്റ്റഡ് ഒപ്പിട്ട് ഡ്രോവറിന് തിരിച്ചു നൽകുകയും വേണം. ആവശ്യപ്പെടുമ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞോ നിർദ്ദിഷ്ട കാലാവധിക്ക് ശേഷം പണം നൽകാമെന്ന് പറഞ്ഞോ ബില്ല് എഴുതാവുന്നതാണ്. നിയമപരമായ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. വിവിധ തരം ബില്ലുകൾ. ഡിമാൻഡ് ബിൽ, അറ്റ്സൈഡ് ബിൽ. ഡ്രോവർ ആവശ്യപ്പെടുമ്പോൾ കാണുമ്പോൾ തന്നെ പണം ലഭിക്കുന്ന ബില്ലാണിത്. ബിൽ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ പണം ലഭിക്കുന്നു. ടൈം ബിൽ, യൂസൻസ് ബിൽ. ബില്ലിന്റെ കാലാവധി പൂർത്തിയായതിനു ശേഷം മാത്രം പണം ലഭിക്കുന്നു. കാലാവധി തീയതി അതിൽ പറഞ്ഞിരിക്കും. ഇൻലാൻഡ് ബിൽ, ആഭ്യന്തര ബില്ല്. ഒരു രാജ്യത്ത് താമസിക്കുന്ന വ്യക്തിക്ക് പണം നൽകുക എന്ന് പറഞ്ഞ് ആ രാജ്യത്ത് തന്നെ എഴുതുന്ന ബില്ലാണിത്. ഫോറിൻ ബിൽ, വിദേശ വിനിമയ ബില്ല്. ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നതും മറ്റൊരു രാജ്യത്ത് പണം നൽകേണ്ടതുമായ ബില്ലാണിത്. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ ബില്ലിന് സെറ്റായി 2-3 കോപ്പികളായി എഴുതുന്നു. ഏതെങ്കിലും ഒരു കോപ്പി സ്വീകരിച്ചാൽ മതിയാകും. ഡോക്യുമെന്ററി ബിൽ. ബില്ലിനൊപ്പം സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്യുമെന്ററി ബിൽ എന്ന് പറയുന്നു. ക്ലീൻ ബിൽ. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഒന്നും അടക്കം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ക്ലീൻ ബിൽ എന്ന് പറയുന്നു. ട്രേഡ് ബിൽ. വ്യാപാര ആവശ്യത്തിനായി എഴുതുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ബില്ലുകൾ. അക്കമഡേഷൻ ബിൽ, കൈറ്റ് ബിൽ. യഥാർത്ഥ ഇടപാടുകൾ നടക്കാതെ പണത്തിന് ആവശ്യം വരുമ്പോൾ വ്യാപാരികൾ പരസ്പരം സഹായിക്കാൻ എഴുതുന്ന ബില്ലാണിത്. ഒരാൾ എഴുതുകയും മറ്റൊരാൾ സ്വീകരിക്കുകയും ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് പണമാക്കുകയും ചെയ്യുന്നു. സപ്ലൈ ബിൽ. സർക്കാർ വകുപ്പുകൾക്കോ ഏജൻസികൾക്കോ സാധനങ്ങൾ വിൽക്കുമ്പോൾ വിതരണക്കാരനോ കരാറുകാരനോ പണം ലഭിക്കാൻ എഴുതുന്ന ബില്ലുകളാണിവ. 4. ചെക്ക്. NI ആക്ടിലെ 6-ആം വകുപ്പ് അനുസരിച്ച് ആവശ്യപ്പെടുമ്പോൾ മാത്രം പണം നൽകാൻ ആജ്ഞാപിച്ചുകൊണ്ട് ഒരു നിശ്ചിത ബാങ്കറുടെ മേൽ എഴുതുന്ന വിനിമയ ബില്ലാണ് ചെക്ക്. ഇതിൽ ട്രങ്കേറ്റഡ് ചെക്ക് ഇലക്ട്രോണിക് മാതൃകയും ഉൾപ്പെടുന്നു. കക്ഷികൾ. ഡ്രോവർ ചെക്ക് എഴുതുന്ന പുറപ്പെടുവിക്കുന്ന വ്യക്തി, ബാങ്കിലെ ഇടപാടുകാരൻ. ഡ്രോവി ചെക്ക് ഏത് ബാങ്കിന്റെ പേരിലാണോ എഴുതുന്നത് ആ ബാങ്ക്, ചെക്കിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബാങ്ക്. പായി
ചെക്കിലെ തുക ലഭിക്കാൻ അവകാശപ്പെട്ട വ്യക്തി. സവിശേഷതകൾ: ഇത് ഒരു വിനിമയ ബില്ലാണ്. ഒരു നിശ്ചിത ബാങ്കറുടെ മേൽ പുറപ്പെടുവിക്കുന്നതാണ്. ആവശ്യപ്പെടുമ്പോൾ ഓൺ ഡിമാൻഡ് പണം നൽകണം. ചെക്ക് എഴുതുന്നയാൾ ഒപ്പിട്ടിരിക്കണം. വിവിധ തരം ചെക്കുകൾ: ബെയറർ ചെക്ക്, കൈവശവാഹക ചെക്കുകൾ. ചെക്കിന്റെ കൈവശക്കാരന് അല്ലെങ്കിൽ വാഹകന് പണം ലഭിക്കുന്നു. പണം ലഭിക്കേണ്ട വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തേണ്ടതില്ല. കൈമാറ്റം ചെയ്യാൻ എൻഡോസ്മെന്റ് ആവശ്യമില്ല. കൈമാറിയാൽ മാത്രം മതി. ഓർഡർ ചെക്ക്, പണം ലഭിക്കേണ്ട വ്യക്തിയുടെ പേര് ചെക്കിൽ എഴുതിയിട്ടുണ്ടാകും. ആ വ്യക്തിക്കോ അദ്ദേഹം നിർദ്ദേശിക്കുന്നവർക്കോ പണം ലഭിക്കും. കൈമാറ്റം ചെയ്യാൻ പുറംകുറിപ്പ് എൻഡോസ്മെന്റ് ആവശ്യമാണ്. ഡ്യൂലി ഡേറ്റഡ് ചെക്ക്, ക്രമതീയതി ചെക്ക്. ചെക്ക് നൽകുന്ന തീയതി തന്നെ അതിൽ രേഖപ്പെടുത്തുന്നതിനെ ക്രമതീയതി ചെക്ക് എന്ന് പറയുന്നു. ആന്റിഡേറ്റഡ് ചെക്ക്, മുൻതീയതി ചെക്ക്. ചെക്ക് എഴുതുന്ന ദിവസത്തിന് മുമ്പുള്ള ഒരു തീയതിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിനെ മുൻതീയതി ചെക്ക് എന്ന് പറയുന്നു. ഫെബ്രുവരി 28 എഴുതുന്ന ചെക്കിൽ ഫെബ്രുവരി 15 എന്ന് രേഖപ്പെടുത്തുക. ചെക്കിന്റെ കാലാവധി 3 മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മാറ്റി പണം നൽകാം. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, പിൻതീയതി ചെക്ക്. ചെക്ക് എഴുതുന്ന ദിവസത്തിനു ശേഷമുള്ള ഒരു തീയതി വഹിക്കുന്ന ചെക്കാണിത്. ഫെബ്രുവരി 15 എഴുതുന്ന ചെക്കിൽ ഫെബ്രുവരി 28 എന്ന് രേഖപ്പെടുത്തുക. ആ തീയതി ആയാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ. സ്റ്റെയിൽ ചെക്ക്, കാലഹരണപ്പെട്ട ചെക്ക്. ചെക്കിൽ രേഖപ്പെടുത്തിയ തീയതി മുതൽ 3 മാസം കഴിഞ്ഞാൽ അത് കാലഹരണപ്പെടുന്നു. ഇത്തരം ചെക്കുകൾ ബാങ്ക് സ്വീകരിക്കില്ല. മ്യൂട്ടിലേറ്റഡ് ചെക്ക്, വികലമായ ചെക്ക്. ചെക്ക് കീറുകയോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമാവുകയോ ചെയ്താൽ തീയതി, തുക, ഒപ്പ് എന്നിവ വ്യക്തമല്ലെങ്കിൽ ബാങ്ക് അത് നിരസിക്കും. മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക്, പദാർത്ഥിക വ്യതിയാനം സംഭവിച്ച ചെക്ക്. ചെക്കിലെ തീയതി, തുക, പേര് എന്നിവയിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക് എന്ന് പറയുന്നു. തിരുത്തലുകൾക്ക് അരികിൽ നിർമ്മാതാവിന്റെ ഒപ്പ്, ഫുൾ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ പണം നൽകുകയുള്ളൂ.